ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം ഉണ്ടായ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ലാസ്റ്റ് എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ആർട്ടിനെ കാണിച്ചുകൊണ്ടാണ്. ആർട്ട് അവൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ ഫ്രീ ആവുന്ന സമയത്ത് അവൻ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ഒക്കെ അവൻ സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ പെയിൻറ്റിങ്സ് ഒക്കെ വിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്തിനൊരു തായ് ഭാഷ പോലെ ഒരാളെ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇതെവിടെ നിന്ന് പെട്ടെന്ന് തായ് ഭാഷ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പ്രിമ്മ് നമ്മുടെ ആർട്ടിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ആർട്ടാണെങ്കിൽ പ്രിമ്മിനെ കാണുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവും. ഇവളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ തവണ ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങനെ എത്തി, ഞാൻ പോലും അറിയാണ്ട് ലൊക്കേഷൻ ഒന്നും അയച്ചു തരാണ്ട് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വരെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, നീ എനിക്ക് ഞങ്ങൾക്ക് പോസ്റ്റ് കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് പിക്ചർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രിം അതുപോലെ തന്നെ പറയുന്നുണ്ട്, നീ പോസ്റ്റ് കാർഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ഫ്രീ ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകും, നീ ഒരു പ്ലേസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചെക്കൻ ഭയങ്കര സന്തോഷമാവും. കാരണം ഇവനെ തിരക്കി വന്നാണല്ലോ എന്നുള്ള രീതിയിൽ അവന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അത് നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട്, നീ ട്രാവലിന് വേണ്ടി വന്നതാണോ അതോ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, അല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടിയൊന്നും വന്നതല്ല, ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നതാ, അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ ചെക്കൻ പറയും, ഓക്കെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, വേണ്ട നീ നിൻ്റെ വർക്ക് ചെയ്തു, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട്, നീ അത്രയും ദൂരം ഇവിടെ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിയല്ല, വർക്ക് ഇനിയും ചെയ്യാലോ, വാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ അവളെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നടന്നു വരുന്നുണ്ട്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ആയിരിക്കില്ല കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഒന്നും സംസാരിക്കാനൊന്നും രണ്ടുപേർക്കും പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടാണെങ്കിൽ പ്രിമിൻ്റെ ലഗേജ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പ്രിമ് പറയുന്നുണ്ട്, വേണ്ട ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആർട്ട് പറയും, അതൊന്നും സാരമില്ല, നീ അവിടെ ഇത്രയും വരെയും കൊണ്ടുവന്നില്ലേ, നമുക്ക് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ട് താമസിക്കുന്ന ആ ഒരു സ്റ്റുഡിയോൻ്റെ അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിമിനെ കൊണ്ടുവരുന്ന കേട്ടോ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമിനെ ഓൾറെഡി താമസിക്കാൻ സ്ഥലം റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ആർട്ടിൻ്റെ ആ ഒരു സ്റ്റുഡിയോൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ പ്രിമിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്രിം അതൊക്കെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട്, അല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഗായി കൂടി ഉണ്ട്, പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോയേക്കാണ്, ഇവിടെ ഇല്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചു പറയും, ഓക്കെ ഞാൻ എൻ്റെ ലഗേജസ് ഒക്കെ എവിടെ വെക്കാന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, അത് നീ എവിടെ വേണമെങ്കിലും വെച്ചോ, അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ രണ്ടാളും കൂടി ആ വിൻഡോയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ രണ്ടാളും സംസാരിക്കുന്നുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട്, അന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വല്ല പോയാലെന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പുറത്തേക്ക് വരുന്ന കാണിക്കുന്നുണ്ട്. നമ്മുടെ പെങ്കൊച്ചിന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവനിവിടെ താമസിക്കുന്നുണ്ട് തന്നെ, അവന് പൊതുവെ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നുണ്ടിട്ട് അവളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ അതൊക്കെ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും, കാരണം അത്രയും ഡിപ്രഷനിൽ നിന്നായിരിക്കില്ല അവൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ വിശേഷങ്ങൾ, ഞാൻ വന്നതിന് ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെങ്കൊച്ച് പറയും, അവിടെ കുറച്ചധികം വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അത് ലോങ് സ്റ്റോറിയാണ് എന്നൊക്കെ പറയുമ്പോൾ ചെക്കൻ പറയും, നീ എന്നാൽ ലോങ് സ്റ്റോറി ആയിട്ട് പറയണ്ട, എത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പറയാൻ ഇങ്ങനെ പറയട്ടെ, എന്തെങ്കിലും ഷോക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നമ്മുടെ ഫോണിന് ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള രീതിയിൽ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആർട്ട് പെട്ടെന്ന് ഷോക്കായി പോകും. കാരണം അവൻ ഇത്രയും ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറയും കേട്ടോ, ഉണ്ടായ എല്ലാ കഥകളും പറയും. അത് പറയുമ്പോഴത്തേക്ക് അവൾ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമ്മളെ ചെക്കനാണെങ്കിൽ അവൾ കരയുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും, അവനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം നിറയുന്നുണ്ട്. അങ്ങനെ അവളൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് അവളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനെ കുറേയൊക്കെ കറങ്ങിയിട്ട് നമ്മുടെ പെങ്കൊച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ നോക്കുന്നുണ്ടാവുക. നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിലും ഇവിടുത്തെ ഭാഷയൊന്നും അത്ര ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെങ്കൊച്ചിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ആട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അവളാണെങ്കിൽ കീ വാങ്ങിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഓണറിൽ നിന്ന് കീ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഓണറാണെങ്കിൽ കീ അവിടെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ചെക്കൻ പറയുന്നത് വിളിച്ചു ചോദിക്കാൻ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് പറയും നമുക്കൊന്ന് വേറെ ആരെങ്കിലും വിളിച്ചാലോ ഇത് ഓപ്പൺ ആക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആട്ട് പറയുന്നുണ്ട് ഇല്ല അങ്ങനെ നമുക്ക് പറ്റത്തില്ല, ഇതൊന്നും സേഫ്റ്റി ഡോറാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള കാര്യം നടക്കത്തുള്ളൂ, നിനക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് നാളെ മോർണിംഗിൽ പുള്ളിക്കാരനെ ഒന്ന് കീ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരികെ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഓക്കെ എനിക്കതൊന്നും പ്രശ്നമില്ല, നമുക്ക് വേണമെങ്കിൽ നീ നിൽക്കുന്നിടത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി നമ്മുടെ ആർട്ടിൻ്റെ സ്റ്റുഡിയോയിൽ അങ്ങോട്ടിങ്ങനെ നടന്നു വരുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര തണുക്കുന്നുണ്ടാവും, പക്ഷെ അവളൊന്നും പറയുന്നുണ്ടാവില്ല കേട്ടോ. നമ്മുടെ ആർട്ടിനാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവും, അവൾക്ക് ഭയങ്കര തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ അവരിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ട് ഓവർകോട്ട് ഊരിയിട്ട് നമ്മുടെ പെങ്കൊച്ചിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ, കാരണം ഇവർ ഇത്രയും കെയർ ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി നമ്മുടെ ആർട്ടിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സ്റ്റുഡിയോയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും എൻ്റെ റൂം കുറച്ച് മെസ്സിയായിട്ട് കിടക്കുകയാണ്, നീ അതൊന്നും വിചാരിക്കേണ്ട, നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട, നീ ഈ ബെഡിൽ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അറിയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെങ്കൊച്ച് അവിടെ ഉള്ള അവൻ എടുത്തു വെച്ച കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഫോട്ടോ നമ്മുടെ പെങ്കൊച്ചിൻ്റെ കണ്ണിൽ കാണും കേട്ടോ. അപ്പോഴത്തേക്ക് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ആർട്ട് ഇതെന്താ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കണേ, ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല, കാരണം അത് നമ്മുടെ പെങ്കൊച്ചിൻ്റെ പിക്ചർ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ പ്രിമിനെ അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ പിക്ചർ ഉണ്ടാവുമല്ലോ അത് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ചെക്കൻ പറയും അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചിനെ ചോദിക്കുന്നുണ്ട് അതെന്ത് പിക്ചറാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുള്ള ഒന്നും പറയുന്നുണ്ടാവില്ല, കാരണം അവളുടെ പിക്ചറാണല്ലോ, ഇനി അവളോട് അത് പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും തോന്നണ്ടെന്നുള്ള രീതിയിൽ ചെക്കൻ പറയും അതൊന്നും എനിക്ക് ഓർമ്മയില്ല പ്രിം, ഞാൻ ആ സമയത്ത് വരച്ചതാണ്, ഇപ്പം എനിക്ക് അതിനെ പറ്റിയൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സമയത്ത് എങ്ങനെയൊക്കെയോ ക്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ പ്രിമിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ആവുമല്ലോ, അതുകൊണ്ട് അവൾക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അവന് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെയൊക്കെ കുറച്ചൊരു ഇരിക്കും. അതിനുശേഷം അവിടെയുള്ള കുറച്ച് ആളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൾക്കൊരു പോസ്റ്റ് കാർഡ് കണ്ണിൽ പെടും, കാരണം അവർക്ക് ഇതുപോലെ അയച്ചു കൊടുത്ത പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പോസ്റ്റ് കാർഡായിരിക്കും. അതൊക്കെ ഞാൻ വായിച്ചിട്ട് അവളിങ്ങനെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനകത്ത് വേറൊരു പോസ്റ്റ് കാർഡ് കൊണ്ടുണ്ട്, അതായത് നമ്മുടെ പ്രിമിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ പ്രിം നീയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ നീയാണ് രണ്ടാമത്തെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുമാത്രമല്ല നീ എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ അന്ന് വന്നപ്പോഴത്തേക്കും നിനക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞത്, ചിലപ്പോൾ നിനക്ക് ബോറടിച്ചാൽ നീ ഇനിയും എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് നിന്നോട് പേടിയാണ്, നീ എന്തെങ്കിലും വിചാരിക്കുമോ, അതേപോലെ തന്നെ നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ നിൻ്റെ സ്മൈല് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് വേറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നാണ്, പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വെറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനകത്ത് ലവ് എന്നൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കട്ടെ. അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാക്കി ഷോക്കായി പോകും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും നമ്മുടെ ആർട്ട് ഇവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അത് പ്യുവറായിട്ടുള്ളൊരു ലവ് ആണെന്നുള്ളത് നമ്മുടെ പെങ്കൊച്ചിന് മനസ്സിലാവും കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫോണിനെയും ചോമ്പോനെയും ആയിരിക്കും കേട്ടോ. ഫോൺ ഓൾറെഡി റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിനെ ചോമ്പോനോട് ചോദിക്കുന്നുണ്ട്, ചോമ്പോ നീ പ്രിമിനോട് സംസാരിച്ചിരുന്നോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഇല്ല ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അവളെ പിന്നീട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയും അവളെ കാണണം, എനിക്ക് അവളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിം ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട് എനിക്കറിയില്ല, എൻ്റെ കോളൊന്നും അവൾ പിക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അവളുടെ ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ അവൾ റെൻ്റ് കൊടുത്തിട്ടാണ് പോയേക്കുന്നത്, അവളുടെ ജോലിയും അവൾ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ചോദിക്കുന്നുണ്ട് അവളെ ഫേസ്ബുക്കിൽ നീ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും
ഇല്ല കോൺടാക്ട് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര സങ്കടമാവും കേട്ടോ. എൻ്റെ ഫോൺ പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇത്രയൊക്കെ ഉണ്ടായത്, ഇങ്ങനെ ചോമ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാണണം, അവളെന്നെ വെറുക്കോ, ഞാനാണ് ഇതിനൊക്കെ കാരണമായത്, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ പറയുന്നുണ്ടില്ല അവളൊരിക്കലും നിന്നെ ഹെയ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഫോൺ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയല്ല അവളെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ എല്ലാം പൊട്ടിച്ചറിഞ്ഞിട്ട് അവളിങ്ങനെ ഓടിപ്പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോമ്പ പറയുന്നില്ല നീ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, നമുക്ക് അവളെ എങ്ങനെയും കണ്ടുപിടിക്കാം, നീ കരയിലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫോണിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, അവൾക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോമ്പ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമ്മളെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, അവൾക്ക് നിൽക്കാൻ പോലും പറ്റാണ്ട് അവൾ താഴേക്ക് ഇരുന്ന് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോമ്പനോട് പറയുന്നുണ്ട് എനിക്കൊരു ചാൻസ് എങ്കിലും പ്രേമിനോട് തരാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ പ്രിമിനെയാണ് കാണിക്കുന്നത്. പ്രിമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിൻ്റെ അടുത്തേക്ക് വരാണ്, ആർട്ട് ഫോട്ടോസൊക്കെ അവിടെ കളക്ട് ചെയ്യായിരിക്കും കേട്ടോ. നമ്മുടെ പ്രിമിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം ഒരു എനർജി ഉണ്ടാകത്തില്ല, അവൾ ചിരിക്കുന്നൊന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് വാ നമുക്കൊരു പിക്ക് എടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയുന്നുണ്ട് വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് നോർമലി നിനക്ക് ഒരു പിക്ക് എടുക്കണം ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നത് സ്ഥലം നീ ഇവിടെ നിൽക്കുക ഞാൻ എടുക്കാമെന്നൊക്കെ പറയും കേട്ടോ. എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ചിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആർട്ട് പറയുന്നുണ്ടോ ചിരിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ കഷ്ടപ്പെട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇവർ രണ്ടാളും കൂടി കീ വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കീ വാങ്ങി അവളുടെ ലഗേജൊക്കെ അകത്ത് വെച്ചിട്ട് അവരെന്നെ പുറത്ത് കറങ്ങാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല, എപ്പോഴും നമ്മുടെ ആർട്ടിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, നമ്മുടെ ആർട്ട് തന്നെ ആയിരിക്കട്ടെ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിന് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പെർമിനെയും കൊണ്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരാതാണ്, നമ്മുടെ പോസ്റ്റ് കാർഡിൽ വായിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരാണ്. അപ്പോഴത്തേക്കും അവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയാം ആ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ തുറന്നടിച്ച് പറയും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചെക്കൻ നീ ഇത് അങ്ങനെയൊക്കെ ചോദിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും അതല്ല ലാസ്റ്റ് നൈറ്റ് ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ റൂമിലുള്ള കുറച്ച് തിങ്സൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, അതിൽ നിന്ന് എനിക്കൊരു പോസ്റ്റ് കാർഡ് നീ എനിക്ക് എഴുതിയൊരു പോസ്റ്റ് കാർഡ് എനിക്ക് കിട്ടി, അത് ഞാൻ വായിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ഓ അതുകൊണ്ടാണോ നീ ഇത്രയും വിയേർഡായിട്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പെങ്കൊച്ചു പറയും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിപ്പോയത്, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്രയും ലോങ്ങിൽ നിന്ന് ഇവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് നിന്നോട് ചോദിച്ചത്, നീ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞതെല്ലാം ശരിയാണ്, നിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഇഷ്ടങ്ങളൊന്നും എന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല, കാരണം നിനക്കറിയാം പേൺ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ അവന് നിന്നെ ഓൾറെഡി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അവനോട് എന്നെ പറയാൻ തോന്നിയില്ല, കാരണം അതെൻ്റെ പെണ്ണാണ് നീ മാറിക്കോ എന്നൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഞാനത് എൻ്റെ ഉള്ളിൽ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്നെ സ്നേഹിക്കായിരുന്നു എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനെ എന്ത് പറയണം എന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ യെസ്സും നോ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചെക്കൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാവും, പക്ഷേ എത്ര സമയം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്നത് പോകുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി അതുകൊണ്ടായിരിക്കണം എനിക്ക് നിന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഒരു എല്ലാവരെയും ഫ്രണ്ട്സിനെ പോലെ തന്നെ കാണണം, നമ്മളോട് ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കണം, അതുകൊണ്ടാണ് എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചും പറയും നീ എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്കിപ്പോൾ പെട്ടെന്നൊരു റിപ്ലൈ തരാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഒട്ടും ഷുവറല്ല, ഞാൻ സ്നേഹിക്കുന്നുണ്ടോയെന്നൊന്നും ഷുവറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സമയമാണെന്നൊക്കെ നമ്മുടെ പെങ്കുച്ച് പോകുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെന്നൊന്നും പുത്തിരിയാവില്ല, കാരണം അവൻ ഓൾറെഡി അങ്ങനെയാണല്ലോ, മനസ്സിൽ വെച്ചെല്ലാം നടക്കുകയാണ്, ഒരു ഹോപ്പും ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഫോണിനോട് നമ്മുടെ പ്രിം പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഒരു ആർട്ട് ഗാലറി തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രിമ്മിൻ്റെ ആ ഒരു ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണായിരിക്കും അവിടെ ആർട്ട് ഗാലറി തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം FBയിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ചോമ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെങ്കൊച്ച് കാണുന്നുണ്ട് കേട്ടോ, പ്രിം കാണുന്നുണ്ട്. അപ്പോൾ പ്രിമിന് മനസ്സിലാവും കേട്ടോ, പ്രിമിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഇവർ തീരുമാനിക്കും ഇനിയും ഇങ്ങനൊരു ഇത് വേണ്ട, കാരണം നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ ഒരിക്കലും ഒരു ശത്രുത വേണം, നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്
ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ചോമ്പോ ആ ഒരു FB പോസ്റ്റ് ഇട്ടത് നമ്മുടെ ഫോണിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ബ്ലഡ് കൊടുത്തത് നമ്മുടെ പ്രിമ്മാവും കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഫോൺ ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് എത്രയും പെട്ടെന്ന് പ്രിമിനെ കാണണം എന്നുള്ളൊരു ഇതായിരിക്കും കേട്ടോ. അവരായിട്ട് അറിയുന്നുണ്ട്. നമ്മുടെ ചോമ്പോ എന്താണ് അവരുടെ ആ ഒരു ഇൻഫോർമേഷൻ അറിയാം. നമ്മുടെ ആർട്ടും പ്രിമും എയർപോർട്ടിൽ വരുന്നുണ്ടെന്ന് അറിയും. അത് നമ്മുടെ ഫോണിനോടും പേണിനോടും വിളിച്ച് അറിയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്ന്. കുറേ നാൾക്ക് ശേഷം നമ്മുടെ പേണും ഫോണും ഒന്നായിട്ടുള്ളൊരു സീനാണ് കേട്ടോ ഈ ഒരു ഇതിലകത്ത് എൻഡിങ്ങിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവർ 5 പേരെയും കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ആദ്യം എങ്ങനെയായിരുന്നോ ഒന്നായത്, ആ ഗ്രൂപ്പ് ഉണ്ടായത് എവിടെ നിന്നാണോ ആ ഒരു ഷിപ്പിൽ വെച്ചായിരിക്കുമല്ലോ, ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടും പ്രിമും ഒന്നായിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പോസിറ്റീവ് തിങ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ പോസിറ്റീവ് തിങ്കോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ. അപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്ത സീരീസ് കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി. ബൈ.